എന്താ ഇന്നത്തെ സ്പെഷ്യല്? ചിക്കൻ മദ്ഹൂത്ത്. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതേ സവോള നന്നായിട്ട് അരിഞ്ഞ് വഴറ്റിയെടുക്കുക. ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. അതിനകത്ത് വേണ്ടത് ഇതാ നമുക്ക് കുറച്ച് ക്യാപ്സിക്കം, അതുപോലെ പച്ചമുളക്, ചിക്കൻ, ഇതാ അരി. നമ്മൾ ബസ്മതി റൈസാണ് എടുത്തതാണ്. സ്പൈസസ് ഇതാ ഓൾ സ്പൈസസ് വേണം. അതിൽ ഡ്രൈ ലെമണും ആവശ്യമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു കുഴിമന്തിയുടെയൊക്കെ ഒരു വകയിലൊരു ബന്ധുവായിട്ട് വരും. അപ്പോൾ നമ്മൾ സ്പൈസസ് ചേർത്തതിന് ശേഷം ക്യാപ്സിക്കും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ ഇനി വേണ്ട മസാലകൾ മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി. ചിക്കന് ആവശ്യത്തിന് ഞങ്ങളിപ്പോൾ ആ കഴുകിയിരിക്കുന്ന എല്ലാ ചിക്കനും ഇടുന്നില്ല. കുക്കറിൽ നമുക്ക് പാകത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 പീസ്, വലിയ പീസുകളല്ലേ, അപ്പോൾ 4 പീസ് ചിക്കനാണ് ഇട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. മസാലയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് മസാല ചേർത്താൽ മതി. ഇതിനകത്ത് കുറേ അധികം മസാലയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതേ നമ്മൾ തക്കാളി, പുതിനയില, മല്ലിയില ഇതെല്ലാം കൂടി അരച്ചിട്ട് ആ മിശ്രിതം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേനും നമുക്ക് മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊരു ചെറിയ 4 പീസാണ് ഞങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് അതും കൂടി ചേർത്ത് വഴറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ 4 വലിയ ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മസാല നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക ചിക്കനിൽ. അതിന് ശേഷം നമുക്കൊരു 1.5 കപ്പ് വെള്ളം, നമ്മുടെ അരിയുടെ ആവശ്യത്തിനുള്ള വെള്ളം നോക്കിയിട്ടാണ് നമ്മളിതിൽ ചേർക്കണേ. അപ്പോൾ 3 ഗ്ലാസ് അരിയാണ് നമ്മളെടുത്തത്. 3 കപ്പ് അരിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4.5 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ചിക്കനിൽ വെള്ളം ഉണ്ട് അത്യാവശ്യത്തിന്, അതുകൊണ്ട് ആ വെള്ളം ഇറങ്ങും. അപ്പോൾ ചിക്കൻ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്ക് കുക്കറൊക്കെ ഒന്ന് അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതേ വിസിലൊക്കെ വന്നു, നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ അത്യാവശ്യത്തിന് ഒരു പാകം വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കുതിർത്ത് വെച്ചേക്കുന്ന അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ അരി നമ്മൾ അധികം കുതിർക്കേണ്ട, കുക്കറിലായതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് കഴുകി വാരി വെച്ചാൽ മതിയാകും. അപ്പോൾ അതാ ചേർത്ത് വെച്ച് ഇനി അടുത്തൊരു വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ മദ്ഹൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇതൊരു എന്താ പറയുക, അരി ഇങ്ങനെ വിട്ടിരിക്കുന്ന പോലെ അല്ല. അപ്പോൾ അത് കാണുമ്പോഴത്തേനും അയ്യോ വെള്ളം കൂടിപ്പോയതാണോ അങ്ങനെ ചിന്തിക്കരുത്. ഇതിനകത്ത് കുറച്ചൊരു ജലാംശം കാണാൻ പറ്റും കേട്ടോ. അതൊരു ആ ഒരു ഗ്രേവിയിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന പോലെയാണ് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ വിട്ട് പോലെ തന്നെ കുഴിമന്തി പോലെ തന്നെ എടുത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ ശരിക്കും മദ്ഹൂത്ത് അതാ ഇങ്ങനെ ഈ ഒരു ടെക്സ്ചർ ആയിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വിഭവം ചിക്കൻ മദ്ഹൂത്ത് ഇവിടെ റെഡി. കൂടെ നമ്മൾ ഇതാ തക്കാളിയും ഉള്ളിയും എല്ലാം ചേർത്തിട്ടുള്ള ആ കുഴിമന്തിക്ക് ഉണ്ടാക്കുന്ന ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മയണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ധൈര്യത്തോടെ കഴിക്കാം. കുറച്ച് ചെറിയൊരു പീസ് ഉരുളക്കിഴങ്ങും പുഴുങ്ങിയ മുട്ടയും വെളുത്തുള്ളി, അല്പം തൈര്, അല്പം പഞ്ചസാര, ഉപ്പ് ഇതൊക്കെ കൂടി ചേർത്തിട്ടാണ് ഈ ഒരു മയണൈസ് റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിന്ന് കഴിക്കട്ടെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ഉണ്ടാക്കി നോക്കാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മസാല അതൊക്കെ ഒരു പാകം നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതിയാകും. എന്തായാലും പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും, അത് ഉറപ്പാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.